ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന LBS ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നവംബർ 5-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അലോട്ടഡ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ കോളേജസിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോഴ്സ് അനുസരിച്ച് ആർക്കൊക്കെ എത്ര ഇൻഡെക്സ് മാർക്കിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അലോട്ട്മെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് സൈറ്റിൽ വരാത്തത് കൊണ്ട് പല കുട്ടികളും അത് ശ്രദ്ധിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോട്ടഡ് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. 2 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് അലോട്ട്മെൻറ്റ് നമ്പറിൽ. ആർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എത്ര ഇൻഡെക്സ് മാർക്കിന് ഏത് കോഴ്സിന് ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. കാരണം അത് ഇതുവരെയും കിട്ടാത്ത കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് എത്രത്തോളമാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്ന് കാണിക്കുന്നതായിരിക്കും. SC ST OEC സ്റ്റുഡൻസിന് ഫീസ് കൺസെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ക്യാൻസലായി പോകുന്നതാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയവരും ഇഷ്ടപ്പെടാത്ത കോളേജിൽ ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയവരും എല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത കോഴ്സ് അല്ലെങ്കിൽ കോളേജ് നിങ്ങൾ ഓപ്ഷന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. പക്ഷേ പുതിയ ഓപ്ഷൻസ് ഒന്നും തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ സ്റ്റുഡൻസും തന്നെ ക്യാഷ് ഒക്കെ റെഡിയാക്കി വെക്കുക. പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ. നിങ്ങൾ ഇപ്പോഴല്ല അഡ്മിഷൻ എടുക്കേണ്ടത് 3rd അലോട്ട്മെൻറ്റ് കൂടി വന്നതിന് ശേഷമാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. 1000 റുപ്പീസാണ് ടോക്കൺ ഫീസായിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ടാണ് ടോക്കൺ ഫീസ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നത്. ആ മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് വഴിയാണ് ടോക്കൺ ഫീസ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 24 അവേഴ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സസിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. ബൈ.